ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലബോറട്ടറി ട്യൂട്ടർ. അപ്പോൾ നമ്മുടെ ആൻറ്റികോയാഗുലന്റ് സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാച്ചുറൽ ആൻറ്റികോയാഗുലന്റ് ആയിട്ടുള്ള ഹെപ്പാരിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സംസാരിച്ച സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Heparin. It is a natural anticoagulant. It is normally present in the body in small amount. This anticoagulant is expensive and is not very stable in hot climate. നമുക്കിനി ഇതിന്റെ കോൺസെൻട്രേഷൻ നോക്കാം. 0.1 to 0.2 milligram per ml of blood ആണ് ഇതിന്റെ കോൺസെൻട്രേഷൻ. ആക്ഷൻ ആന്റി ത്രോംബിൻ ഇൻ ആക്ഷൻ, ദാറ്റ് ഈസ് ഇറ്റ് പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് ത്രോംബിൻ ഫ്രം പ്രോത്രോംബിൻ. ആദ്യം തന്നെ എന്താണ് ഹെപ്പാരിൻ എന്ന് നോക്കാം. ഹെപ്പാരിൻ എന്നത് ഒരു നാച്ചുറൽ ആന്റികോയാഗുലന്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രകൃതിദത്തമായി തന്നെ ചെറിയ അളവിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിൽ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബാക്കി ആന്റികോയാഗുലന്റുകളെ അപേക്ഷിച്ച് എക്സ്പെൻസീവ് ആണ്, അതായത് വില കൂടിയതാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ, അതായത് ഹോട്ട് ക്ലൈമറ്റിൽ ഇതിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് വെരി സ്റ്റേബിൾ ഇൻ ഹോട്ട് ക്ലൈമറ്റ്. ഇനി ഇതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ലാബിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനായിട്ട് 0.1 മുതൽ 0.2 മില്ലിഗ്രാം പെർ ml ഓഫ് ബ്ലഡ് എന്ന ഒരു അളവിലാണ് ഹെപ്പാരിൻ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഹൗ ഹെപ്പാരിൻ വർക്ക്സ്. എങ്ങനെയാണ് ഹെപ്പാരിൻ വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ആക്ഷൻ എങ്ങനെയാണെന്ന്. ഹെപ്പാരിൻ പ്രവർത്തിക്കുന്നത് ആന്റി ത്രോംബിനായിട്ടാണ്. അതായത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്ന പ്രവർത്തനത്തെ ഹെപ്പാരിൻ തടയുന്നു. ഇറ്റ് പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് ത്രോംബിൻ ഫ്രം പ്രോത്രോംബിൻ. അങ്ങനെ രക്തം കട്ടപിടിക്കുന്നത് തടയാൻ പറ്റും, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നു. രക്തം കട്ടപിടിക്കുന്നതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആന്റികോയാഗുലന്റ് ഫോർ അർജന്റ് ക്ലിനിക്കൽ കെമിസ്ട്രി അനാലിസിസ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് ആന്റികോയാഗുലന്റ് ദാൻ കമ്പയർഡ് ടു അതർ ആന്റികോയാഗുലന്റ്. ഇറ്റ്സ് ആക്ഷൻ ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ. It should not be used for hematological test because it produces blue background in blood smear when. അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, അർജന്റ് ക്ലിനിക്കൽ കെമിസ്ട്രി അനാലിസിസിലെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആന്റികോയാഗുലന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹെപ്പാരിൻ ആണ്. അടിയന്തരമായിട്ട് ബയോകെമിസ്ട്രി ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുമ്പോൾ ഇത് വളരെ സഹായകരമാകുന്ന ഒരു ആന്റികോയാഗുലന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, ആദ്യമേ പറഞ്ഞതുപോലെ ഇത് മറ്റ് ആന്റികോയാഗുലന്റുകളെ അപേക്ഷിച്ച് വില കൂടുതലാണ്, മോർ എക്സ്പെൻസീവ് ആണ്. ഇതിന്റെ ആക്ഷൻ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. ഷോർട്ട് ഡ്യൂറേഷൻ മാത്രമായിരിക്കും ഇതിന്റെ ഒരു ആക്ഷൻ നിലനിൽക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഹെമറ്റോളജിക്കൽ ടെസ്റ്റിന്, അതായത് നമ്മുടെ ഈ രക്തം പരിശോധനകൾക്ക് ഹെപ്പാരിൻ സാധാരണയായി ഉപയോഗിക്കാറില്ല. കാരണം ഇത്തരത്തിൽ ഹെപ്പാരിൻ ചേർത്ത ബ്ലഡ് ഉപയോഗിച്ച് ബ്ലഡ് സ്മിയർ ഉണ്ടാക്കുമ്പോൾ അത് സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കും. ഇത് സെല്ലുകൾ വ്യക്തമായിട്ട് കാണുന്നത് തടസ്സപ്പെടുത്തും. സോ നമ്മൾ ഹെമറ്റോളജിക്കൽ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹെപ്പാരിൻ അടങ്ങിയ ബ്ലഡ് നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഹെപ്പാരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള പ്രധാന പോയിന്റുകളൊക്കെ നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.